അപ്പോൾ ഇന്ന് നല്ല ജ്യൂസ് അടിച്ചിട്ടാട്ടോ തുടങ്ങുന്നത്. വലിയമ്മ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള തുടക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം ഞാൻ വീഡിയോ ഇട്ട മുൻപ് ഈ ഷുറുബൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു കേട്ടോ എന്നോട്. അപ്പോൾ ഞാൻ ഷുറുബൻ്റെ റെസിപ്പി ഇതിൽ ജസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ ഗോതമ്പ് നുറുക്കുണ്ടല്ലോ, അത് നല്ല എന്താ ചെയ്യുക, നമ്മളെ പട്ടിയും അതേപോലെ തന്നെ മാഗി ക്യൂബ് ഇട്ടിട്ട് നല്ല ഒരു 3-4 വിസിൽ വരുത്തിക്കുക. അതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് തളിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളെ നല്ല ജീരകം അതേപോലെ തന്നെ കുരുമുളക് ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. ഇത്ര ഉള്ളൂ പണി. പിന്നെ അതിൻ്റെ ഉള്ള ചിക്കൻ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മുടെ നെയ്യിലും ഓയിലും നമ്മളെ വെളുത്തുള്ളി എന്താ ചെയ്യുക വറവിടുക, പിന്നെ നമ്മളെ മല്ലിച്ചപ്പിട്ടിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മളെ ഷുറുബൻ്റെ റെസിപ്പി. എന്താ ഞാൻ ക്യാപ്ഷനിൽ ജസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്ക് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേരിൻ്റെ കാര്യത്തിലായിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ക്യാപ്സിക്കൻ ചീസി റോൾ വേണ്ട, ഇത് ഒനിയനാണല്ലോ കൂടുതൽ ഇടുന്നത്. സോ നമുക്ക് എന്താ ചെയ്യുക, ഒനിയൻ ചീസി റോൾ അത് മാച്ച് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, കുറച്ച് ഓയിൽ പാരുക, അതിലേക്ക് നമ്മൾ ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിൻ്റെ ശേഷം മുളകും കുറച്ച് കരിവേപ്പും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ല വഴറ്റി വന്നതിൻ്റെ ശേഷം നല്ല ക്യാപ്സിക്കും അതേപോലെ തന്നെ ക്യാരറ്റും ഇട്ടിട്ട് എന്താ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കുറച്ച് വാടുന്നവരെ കാത്തുക. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് നല്ല ജീരകം, പിന്നെ കുറച്ച് കുരുമുളകും ചേർത്തിട്ട് എന്താ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെയാണ് നമ്മളെ പ്രധാന കാര്യം ഇതിലുള്ളത്. ഇതെന്താന്ന് വെച്ചാൽ കണ്ടൊരു തേങ്ങ പോലെ തോന്നെങ്കിൽ ഇത് ചിക്കനാട്ടോ. അത് മിക്സിയിലടിച്ചപ്പോൾ കുറച്ച് കയറിപ്പോയതാ. പിന്നെ വേറെ സാധനം കൊണ്ട് ചീസ്, ഇതൊരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മളിതിലുള്ള. അപ്പോൾ ചീസ് കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മല്ലിച്ചപ്പ് കൂടി ഇട്ടിട്ട് നല്ല ഇതാക്കി എടുക്കുക. അപ്പോൾ ഇത് റോൾ ചെയ്യുന്നൊന്നും ഞാൻ ജസ്റ്റ് കാണിക്കുന്നില്ല കേട്ടോ, കാരണം അതിനുള്ള ഇതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ റോളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പൊരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ടേബിൾ സെർവ് ചെയ്യാം ഈ സ്നാക്കും അതേപോലെ തന്നെ കാരക്കയും ജ്യൂസും മയോണൈസും അങ്ങനെ എല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പം ഇനിയിപ്പോൾ ബാങ്കിൻ്റെ നേരമായിട്ട് അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തതാ നമ്മൾ നോമ്പ് തുറന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ നല്ല കാരക്കൻ്റെ ശേഷം വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കേട്ടോ. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഷുറുബൊക്കെ കുടിച്ച് പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്നാക്കും തിന്നിട്ട് നമ്മൾ നോമ്പ് തുറക്കാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് നിസ്കരിച്ച് ഖുറാനൊക്കെ ഓതി വന്നതിൻ്റെ ശേഷം കേട്ടോ, ഇത് ഇശാ ബാങ്കിൻ്റെ ശേഷം കേട്ടോ ഈ ചോറൊക്കെ തിന്നുന്നത്. എൻ്റെ വലിയ നല്ല സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഗൈസ്. ഞാൻ പിന്നെ ഉള്ളിച്ചമ്മന്തി കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോ എത്ര ഉണ്ടല്ലോ. അപ്പോൾ ഗൈസ്